ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇവർ വിവാഹിതരായ സീരിയലിലെ ഇന്നത്തെയും പിന്നെ അടുത്ത ആഴ്ചത്തെയും ഫുൾ പ്രൊമോയിലെയും എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. നമ്മളെല്ലാവരും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് ഇനി നമുക്ക് കാണാൻ വേണ്ടി പോണത്. അങ്ങനെ അച്യുതൻ സത്യന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. വെറുതെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. സത്യനപ്പോ ഒരു രണ്ട് പെഗ് മദ്യം കുടിക്കാൻ വേണ്ടി പോണ സമയത്താണ് അച്യുതൻ വരുന്നത് കേട്ടോ. അച്യുതനെ കാണുമ്പോ സത്യൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അച്യുതൻ അടുത്തേക്ക് വരുമ്പോ ഭൂമിജയുടെ അച്ഛനല്ലേ എന്ന് ചോദിക്കുകയാണ്. ആഹാ, സാറിന് എന്നെ മനസ്സിലായോ? എന്നെ എങ്ങനെ അറിയാം? അത് കഴിഞ്ഞ ദിവസം പൂജക്ക് വന്നപ്പോ ഞാൻ കണ്ടിരുന്നു. ഭൂമിജ എനിക്ക് കാണിച്ചു തരുകയും ചെയ്തു. അതാ എന്റെ അച്ഛനെന്ന്. വാ വാ, കേറി വാ. അല്ല അച്യുതൻ എന്താ ഇവിടെ? ഒന്നുമില്ല, ഞാൻ വെറുതെ വന്നതാ. മോളെ എപ്പോഴും സാറിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ ഈ വഴി പോയപ്പോ വെറുതെ ഒന്ന് സാറിനെ കാണാന്ന് വെച്ചിട്ട് വന്നേ ഉള്ളൂ. അല്ല വേറെന്തെങ്കിലും കാര്യത്തിന് വേണ്ടി? ഇല്ല സർ, ഞാൻ വെറുതെ വന്നേ ഉള്ളൂ. അതെ, ഞാൻ കുറച്ച് മദ്യപിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ല സർ, ഇങ്ങനെ മദ്യപിക്കണത് അത്ര നല്ലതൊന്നല്ല കേട്ടോ. എനിക്കറിയാം, എന്ത് പറയാനാ, ജീവിതമൊക്കെ അങ്ങനെ പോയില്ല അച്യുത. അല്ല അച്യുതൻ ഭാഗ്യവാനാണ് കേട്ടോ. ഭൂമിജനെ പോലെ നല്ലൊരു മിടുക്കിയായിട്ടുള്ള മോള് അച്യുതനെ കിട്ടിയില്ലേ, അതന്നെ വലിയ കാര്യമാണ്. നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബമൊക്കെ തന്നെയല്ലേ. അത് സാറ് പറഞ്ഞു ശരിയാണ്. ഭൂമി എന്നോട് പറഞ്ഞിരുന്നു സാറിന്റെ മകളെയും ഭാര്യയെയും കാണാതായ കാര്യങ്ങളൊക്കെ. അതെ, അതിന് ഭൂമി എന്നെ സഹായിക്കുന്നുണ്ട് എന്ന് പറയാണ്. സർ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ്. എന്താ അച്യുത, എന്താണെങ്കിലും ചോദിച്ചോ. അല്ല, സാറിന്റെ മകളെ 10-22 വർഷം മുമ്പ് കാണാതായതാണല്ലോ. ഇപ്പൊ ആ കുട്ടിക്ക് ഏകദേശം ഒരു 25 വയസ്സ് പ്രായം തോന്നിക്കുമായിരിക്കും അല്ലെ? അല്ല, ആ കുട്ടിനെ അന്ന് വേറെ ആർക്കെങ്കിലൊക്കെ കിട്ടി ആ കുട്ടിനെ വളർത്തി വലുതാക്കി നല്ല നിലയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ആ കുട്ടീനെ സാറിന്റെ കയ്യിൽ അവരെ ഏൽപ്പിക്കുകയാണെങ്കിൽ വല്ലപ്പോഴൊക്കെ ആ കുട്ടിയെ വളർത്തി വലുതാക്കി ആ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് സാർ ആ കുട്ടീനെ വിടുവോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോ സത്യൻ പൊട്ടിത്തെറിക്കുകയാണ്. ഇല്ല, ഒരിക്കലും ഇല്ല, ഞാൻ ഒരിക്കലും അതിനെ സമ്മതിക്കില്ല. കാരണം ഇത്രയും നാൾ എന്നിൽ നിന്ന് അകറ്റിയത് അവർ ഒറ്റൊരാളാ. അവർക്ക് അങ്ങനത്തെ ഒരു കുട്ടീനെ കിട്ടിയിരുന്നെങ്കിൽ അവരെന്താ ചെയ്തത്? അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണമായിരുന്നു. ഇത്രയും വർഷം എന്റെ മോളിൽ നിന്ന് അകറ്റി അവരെ ഞാൻ ഒരിക്കലും എന്റെ മോളെ കാണാൻ സമ്മതിക്കില്ല. എന്റെ മോളെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സ്വാർത്ഥനാകും. എന്റെ മോള് എന്റെ കൺമുമ്പിൽ നിന്ന് ഞാൻ എവിടെയും വിടത്തില്ല എന്നൊക്കെ പറയാണ്. അച്യുതന്റെ മുഖമൊക്കെ ആകെ മാറുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞിട്ട് സോറി അച്യുത, ഞാൻ പറഞ്ഞത് വേറൊന്നും വിചാരിക്കരുത്. അല്ലെങ്കിലും അച്യുത തന്നെ ആലോചിച്ച് നോക്ക്, ഇത്രയും വർഷം എന്റെ മോളെ എന്നിൽ നിന്ന് അകറ്റി അവരോട് ഞാൻ ക്ഷമിക്കണോ? അവരെത്ര നല്ല രീതിയിൽ വളർത്തിയെന്ന് പറഞ്ഞാലും ഞാൻ ഒരിക്കലും അവരോട് ക്ഷമിക്കില്ല എന്ന് പറയാണ്. വെറുതെ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അച്യുതനെ കുടിക്കാൻ ചായ എടുക്കാം എന്ന് പറഞ്ഞിട്ട് സത്യൻ അകത്തേക്ക് പോവാണ്. അച്യുതൻ അവിടെ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ ഭൂമിയുടെ ഫോട്ടോ അവിടെ, ആ 2.5 വയസ്സുള്ള ഭൂമിയുടെ ഫോട്ടോ അവിടെ ഉണ്ടാവും കേട്ടോ. ആ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അച്യുതൻ. ശേഷം നമ്മുടെ സത്യൻ ചായ കൊടുക്കുന്നുണ്ട്. ചായ കുടിച്ചുമ്പോ അച്യുതൻ പറയണ്ട്, ശരി സർ, എന്ന് ഞാൻ ഇറങ്ങിക്കോട്ടെ. അല്ല അച്യുതന് ഇനിയും വരണം കേട്ടോ, വരുമ്പോ ഭൂമിനെയും കൂട്ടിക്കൊണ്ട് വരണം. ആയിക്കോട്ടെ സർ എന്ന് പറഞ്ഞിട്ട് അച്യുതൻ അവിടെ നിന്ന് ഇറങ്ങാണ്. ശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ തറവാടാട്ടോ. അവിടെ മുത്തശ്ശിയുണ്ട്, അതുപോലെ തന്നെ സംഗീതയുണ്ട്, മാധവനുണ്ട്, അതുപോലെ തന്നെ ഭവാനിയുണ്ട്. എല്ലാവരും കൂടി സംസാരിച്ച് അഞ്ജനിയുണ്ട്. എല്ലാവരും കൂടി കല്യാണ ഇൻവിറ്റേഷൻ ലെറ്ററിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അഞ്ജനി ഇങ്ങനെ നോക്കിയിട്ട്, അപ്പച്ചി ഈ ലെറ്റർ നന്നായിട്ടുണ്ടല്ലേ എന്ന് സംഗീത ചോദിക്കുമ്പോ, ഇത് നന്നായിട്ടുണ്ട് ഭവാനി, നോക്കിക്കേ ഈ ലെറ്റർ നന്നായിട്ടില്ലേ? അമ്മ നോക്കിക്കേ ആ ലെറ്റർ നന്നായിട്ടുണ്ടോ? എന്റെ പെൺകൊച്ചേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അത് ഫിക്സ് ചെയ്യ്. എല്ലാം എന്നോട് ചോദിക്കണം എന്തിനാണ്? ഇത് നന്നായിട്ടുണ്ടോ അത് നന്നായിട്ടുണ്ടോ എന്നോട് ചോദിക്കണ്ട, നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി. അല്ല, നിശ്ചയത്തിന് എത്ര പേരെ വിളിക്കണമെന്നാ നിന്റെ ആഗ്രഹം? അത് അമ്മയുടെ ആഗ്രഹം പോലെ. പിന്നെ അമ്മ, എന്റെ പെൺകൊച്ചേ, നീ എപ്പോഴും അമ്മയുടെ ആഗ്രഹം പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുകയാണോ? നീ പറ, നിന്റെ മകളുടെ വിവാഹമല്ലേ ഭവാനി, എത്ര പേര് വിളിക്കണമെന്ന് ആഗ്രഹം? ഞാൻ പറഞ്ഞില്ലേ അമ്മേ, അത് എത്രയാ വെച്ചാൽ അമ്മയുടെ ആഗ്രഹം പോലെ എന്ന് പറയുമ്പോ സംഗീത പറയണ്ടേ, എന്തായാലും ഒരുപാട് പേരെ വിളിക്കണം അമ്മേ. നമ്മുടെ എക്സിക്യൂട്ടീവ്സിനെയും മാനേജേഴ്സിനെയും എല്ലാവരെയും വിളിക്കണം. അതെന്താ വർക്കേഴ്സിന് വിളിച്ചാൽ കുഴപ്പം സംഗീതേ? വർക്കേഴ്സ് ഇല്ലെങ്കിൽ നമ്മളുടെ കമ്പനി ഇല്ല. അയ്യോ അമ്മേ, ഞാൻ നെഗറ്റീവായിട്ട് പറഞ്ഞതല്ല, എല്ലാവരും വേണമെന്ന് ഉദ്ദേശിച്ച് പറഞ്ഞതേ ഉള്ളൂ. അഞ്ജന പറയണ്ട മുത്തശ്ശി, ഞാൻ പറയാം എത്ര പേരുണ്ടെന്ന്. ഒരു 1000 പേര് വേണം. 1000 പേരോ? അപ്പൊ കല്യാണത്തിന് എത്ര പേര് വേണം? അതിലും കൂടുതൽ വേണം. എല്ലാവരും അറിയട്ടെ മുത്തശ്ശി, നമ്മൾ റിച്ച് ആണെന്ന്. അപ്പോഴേക്കും അവിടെ സത്യം വരുന്നുണ്ട്. ഇതാരും സത്യനോ? വാ വാ മോനെ, കേറി വാ. നമ്മളെ വിവാഹത്തിന്റെ നിശ്ചയത്തിന് എത്ര പേര് വിളിക്കണമെന്ന് ചോദിക്കായിരുന്നു. അപ്പൊ അഞ്ജന പറയാ 1000 പേരെ വിളിക്കണോന്ന്. സത്യം പറയണ്ട്, അവളുടെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ നടക്കട്ടെ മുത്തശ്ശി, 1000 പേരെ വിളിക്കണം. താങ്ക് യു വല്യച്ഛ എന്ന് അഞ്ജന പറയണ്ട്. അവിടേക്ക് നമ്മുടെ അജയ് വരുവാണ്. മുത്തശ്ശി, ഞാൻ ഇറങ്ങുവാട്ടോ. നീ ഇറങ്ങുവാണോ? അതെ, വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തോണ്ടിരിക്കുക. അതെ, ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവള് സെലക്ട് ചെയ്തിട്ടുണ്ട്, കാണിച്ചു കൊടുക്കുക. അതൊക്കെ എനിക്ക് ഫോണിൽ അയച്ചാൽ മതി, എനിക്കൊട്ടും സമയമില്ല. പിന്നെ നമുക്ക് ഭൂമിനെ വിളിക്കണം എന്ന് മുത്തശ്ശി പറയുമ്പോ, അവളേക്ക് ഇതിനെ മുത്തശ്ശി വിളിക്കണത്? അവളിത് വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് കേട്ട് അജയ് പറയണ്ട, അയ്യോ വേണം വേണം, ഭൂമി വേണം, ഭൂമിയാണല്ലോ നിശ്ചയത്തിന് വരേണ്ടത്, ഭൂമി വേണം മുത്തശ്ശി എന്ന് പറയണം. പിന്നെ പറ്റുമെങ്കിൽ ഈ ഓർഡറും കാര്യങ്ങളൊക്കെ അവൾക്ക് കൊടുക്കാം. അല്ല 1000 പേർക്കൊക്കെ അവൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? വെറുതെ റിസ്ക് എടുക്കണോ എന്ന് ഭവാനി ചോദിക്കുമ്പോൾ സത്യം പറയണ്ട്, അത് ഭൂമി എടുത്ത് ചോദിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. അജയും പറയണ്ട, അതെ അതെ, ഭൂമി എടുത്ത് ചോദിക്കണം. എന്തായാലും ഭൂമി വരണം. പിന്നെ ഫോട്ടോസ് ഉണ്ടല്ലോ, നിശ്ചയത്തിന് ഇടാൻ വെച്ച ഡ്രസ്സിന്റെ ഫോട്ടോസ്, അത് അയച്ചേക്ക്, ഭൂമിനെ ഒന്ന് കാണിക്കാം.
അജയ് ഇങ്ങനെ പറയാട്ടോ. ഭൂമിയാണല്ലോ അത് കാണേണ്ടത്. അതെ അഞ്ജന ഒന്ന് വന്നേ, ഒരു സെക്കൻഡ്, ഒരു കാര്യം സംസാരിക്കണം എന്ന് പറയാണ്. പോ മോളെ എന്ന് സംഗീത പറയണ്ട്. അങ്ങനെ അഞ്ജന നാണത്തോടെ അജയിന്റെ അടുത്തേക്ക് പോവാട്ടോ. അപ്പൊ പുറത്തിറങ്ങി നിന്ന് സംസാരിക്കാവണം അവര്. അജയ് പറയണ്ട, അതെ കേട്ടല്ലോ, ഭൂമി വിവാഹ നിശ്ചയത്തിന് വരൂ. വിവാഹ നിശ്ചയത്തിന് നിനക്കിടാൻ വേണ്ടി അമ്മ മേടിച്ച മോതിരുണ്ടല്ലോ, അത് ഞാനെടുത്ത് ഭൂമിയുടെ വിരലിലേക്ക് ഇടും. മുത്തശ്ശി ഞങ്ങളെ അനുഗ്രഹിക്കും. ഇവിടെ നടക്കാൻ പോണത് എന്റെയും നിന്റെ വിവാഹ നിശ്ചയമല്ല, എന്റെയും ഭൂമിജയുടെ വിവാഹ നിശ്ചയമാണ്, കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അജയ് അവിടെ നിന്ന് പോവാട്ടോ. അത് കേൾക്കുമ്പോൾ അഞ്ജനയ്ക്ക് ദേഷ്യം വരുവാണ്. പിന്നീട് കാണിക്കണത് നമ്മുടെ അച്യുതനെയാണ് ട്ടോ. അച്യുതൻ രാത്രി ആകുമ്പോഴേക്കും തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. അംബിക ചോദിക്കുന്നുണ്ട്, ഇത് എവിടെയായിരുന്നു മനുഷ്യ ഇത്ര നേരം? രാത്രിയായി. രാത്രിയായോ? പിന്നെ രാത്രി ആവാതെ നിങ്ങൾ അയാളെ കണ്ടോ? അവളുടെ അച്ഛന് കണ്ടു. ആരാ അത്? അത് ഞാനാ എന്ന് പറയാണ്. നിങ്ങൾ എന്തൊക്കെയാ പറയണത്? അതെ അയാളെ ഞാൻ കണ്ടു, സംസാരിച്ചു. അയാള് പറയാണ് അയാളുടെ മകളെ കിട്ടുകയാണെങ്കിൽ അയാൾ ഒരിക്കലും അവളെ വളർത്തിയ ആൾക്കാരോട് ക്ഷമിക്കില്ല, സഹിക്കില്ലെന്ന്. അയാളെ കുറ്റം പറയാനും പറ്റില്ലല്ലോ. അയാളുടെ നോക്കുമ്പോ എന്താ 10-22 വർഷം അയാളുടെ മകളെ മാറ്റിയ 2 പേര്. അപ്പോ നമ്മൾ തെറ്റുകാരാവോ? നിയമത്തിന് മുമ്പിൽ നമ്മൾ തെറ്റുകാരായിരിക്കും. പക്ഷെ നമുക്കറിയാലോ നമ്മൾ എങ്ങനെ അവളെ സ്നേഹിച്ച് വളർത്തിയെന്ന്. ദേ ഇനി സമയം വൈകിപ്പിക്കേണ്ട, എത്ര പെട്ടെന്ന് എടുക്കാനുള്ളതൊക്കെ എടുത്ത് പൊതിഞ്ഞു. നമുക്കിപ്പോ രാത്രി തന്നെ ഇവിടുന്ന് സ്ഥലം വിടണം. അയാൾ ഏത് നിമിഷം വേണമെങ്കിലും ഇവിടേക്ക് വരും, അല്ലെങ്കിൽ അയാളുടെ ആൾക്കാർ, അല്ലെങ്കിൽ പോലീസുകാർ. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഭൂമി വരുന്ന മുമ്പ് സാധനങ്ങളൊക്കെ പെറുക്കി എടുത്ത് വെക്കണം. ഭൂമി വരുമ്പോ എന്ത് പറയോ എന്തോ, അതൊക്കെ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാം. നീ എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ വെച്ച് കെട്ടി എടുക്കാൻ നോക്കുക. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. ഭൂമി വരുമ്പോ തന്നെ നമുക്ക് സ്ഥലം വിടണം എന്നൊക്കെ അച്യുതൻ പറഞ്ഞിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ എടുത്ത് അവര് എല്ലാം കൂടി എടുത്ത് ബാഗിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ, നാട്ടിലേക്ക് പോകാനായിട്ട്. ശേഷം ഭൂമി കട അടക്കാൻ സമയം. അവിടേക്ക് സത്യം വരുവാണ്. സത്യം ചോദിക്കേണ്ടല്ല, ഭൂമി ഇതുവരെ കട അടച്ചില്ലേ? ഇല്ല സർ, 11:30 ആവും, ചിലപ്പോ 12 മണിയാവും. എന്നാലേ എനിക്കൊരു ചായ വേണം. ഭൂമിനെ കണ്ടാലേ ഒരു സമാധാനോ. എന്നാ സാർ ഇടക്ക് വന്നോ, ഈ ഭൂമി ദേവി അനുഗ്രഹിച്ചിരിക്കുന്നു. ചായ വേണോ കോഫി വേണോ? കോഫി മതി എന്ന് പറയാണ്. ഭൂമി കോഫി ഉണ്ടായി കൊടുക്കുന്നുണ്ട്. സൂപ്പർ കോഫി. അതെ ഭൂമിയുടെ അച്ഛൻ ഇന്ന് കടയിൽ എന്റെ വീട്ടിലേക്ക് വന്നിരുന്നു കേട്ടോ. അച്ഛനോ? എന്നോട് പറഞ്ഞില്ല. ആഹാ, അച്ഛൻ എല്ലാ കാര്യവും ഭൂമി എടുത്ത് പറയോ? എല്ലാം പറയും, ഞാനും എല്ലാം പറയും. അതെ അച്ഛന് നല്ല ക്ഷീണുണ്ടല്ലോ ഭൂമി. കഴിഞ്ഞ ദിവസം വീട്ടിലെ ആ തറവാട്ടിൽ വെച്ചിട്ട് പൂജ നടക്കുന്ന സമയത്തേക്കാളും നല്ല ക്ഷീണമുണ്ട് ഇപ്പോ. അച്ഛനെ ഇതിന് ഹോസ്പിറ്റലിൽ കാണിച്ചൂടെ? അച്ഛനെന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് നോക്കിക്കൂടെ ഭൂമി? അത് സർ, അതൊക്കെ ഞാൻ നോക്കാം സർ. അല്ല എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ശരി. അതെ ലക്ഷ്മി, ഞങ്ങൾ രണ്ടുപേരും ഒരു ഫോട്ടോ എടുത്തരോ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിയുടെ കയ്യിലേക്ക് മൊബൈൽ കൊടുക്കാണ് സത്യൻ. ഭൂമിയുടെ സത്യന്റെ ഫോട്ടോ ലക്ഷ്മി എടുത്തു കൊടുക്കുന്നുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. എങ്കിൽ ശരി ഭൂമി, കാണാം എന്ന് പറയാണ്. അങ്ങനെ സത്യൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഭൂമി സന്തോഷത്തോടെ അവിടെ നിൽക്കുക കേട്ടോ. ശേഷം രാത്രി ആകുമ്പോഴേക്കും ഭൂമി തിരിച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. കൂടെ നമ്മുടെ അംബാസിഡറും വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അംബാസിഡറെ കാണുമ്പോ അച്ഛനെ ഭയങ്കര സന്തോഷമാവണം. ആഹാ ഇവൻ എത്തിയോ? എത്തി. അപ്പൊ അംബാസിഡർ ഓടിച്ച് ചെക്കൻ പറയണ്ട്, ചേച്ചി ഈ വണ്ടി കൊടുത്തിട്ട് വേറെ മേടിക്ക് ചേച്ചി. ആഹാ കൊള്ളാലോടാ നീ, ഇതേ എന്റെ അച്ഛനെ പോലെയാ. അച്ഛൻ ഇവൻ പറഞ്ഞത് കേട്ടോ, അച്ഛനെ എക്സ്ചേഞ്ച് ചെയ്യാൻ ഇവൻ പറയണത്. മോൾക്ക് വേറെ അച്ഛനെ വേണോ? എനിക്ക് എന്ത് വേണമെന്ന് തരാന്ന് പറഞ്ഞാലും ഞാൻ ഈ അച്ഛനെ വിട്ടു പോവില്ല. എന്നെ അച്ഛനെ ഉപേക്ഷിച്ചാലും ഞാൻ അച്ഛനെ വിട്ടു പോവില്ല എന്ന് ഭൂമി പറയാണ്. ശേഷം അംബാസിഡറൊക്കെ കൊടുത്തിട്ട് ചെക്കൻ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുക കേട്ടോ. ഭൂമി വീടിനകത്ത് കയറുമ്പോൾ ഞെട്ടിപ്പോകാണ്. സാധനങ്ങളൊക്കെ പെറുക്കി വെച്ചിരിക്കുകയാണ്. അല്ല ഇതെന്താ സാധനങ്ങളൊക്കെ പൊതുക്കി വെച്ചേക്കണ അമ്മ? എന്താ അമ്മ എവിടെയെങ്കിലും പോകുവാണോ? അപ്പൊ അച്യുതൻ പറയണ്ട, മോളെ നമ്മള് ഇപ്പൊ തന്നെ നാട്ടിലേക്ക് പോവാണ്. അത് കേട്ട് ഭൂമി ആകെ ഷോക്ക് ആവുന്നുണ്ട്. ആ ഒരു ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് കേട്ടോ. അടുത്ത ആഴ്ച പ്രൊമോയിൽ കാണിക്കുന്നത് അച്യുതൻ മരിക്കുന്ന ഭാഗങ്ങളാണ്. വേറൊന്നുമല്ല, നമ്മുടെ ഫാദേഴ്സ് ഡേ ആണല്ലോ, അതിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ ഭൂമി സാധനങ്ങളൊക്കെ ഒരുക്കി വെക്കുന്നുണ്ട്. അച്ഛന് ഫാദേഴ്സ് ഡേ ആഘോഷിക്കാനായിട്ട് സത്യനെയും എല്ലാവരെയും വിളിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വരുവാണ്. ആ ദിവസം നമ്മുടെ അച്ഛനും സ്വപ്നം കാണുവാന്ന് തോന്നുന്നു. അച്ഛന്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ഭൂമി, ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട്. ആ ഫോട്ടോ മാറ്റി സത്യന്റെ ഫോട്ടോ വെക്കുകയാണ്. അത് കാണുമ്പോൾ സത്യൻ അച്ഛന്റെ മുഖത്തേക്ക് അടിക്കുകയൊക്കെ ചെയ്യണ്ടേ. എന്റെ മോളാണല്ലോ ഇപ്പൊ ഭൂമി എന്നൊക്കെ പറഞ്ഞ് അടിക്കുകയൊക്കെ ചെയ്യണ്ടേ. അത് മിക്കവാറും ഒരു സ്വപ്നമാവാനാണ് ചാൻസ്. പക്ഷെ ആ ഗുണ്ടുണ്ടല്ലോ കമല്, അയാള് നമ്മുടെ ഭൂമിനെ അന്വേഷിച്ച് അച്യുതന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഭൂമി അവിടെ ഉണ്ടാവില്ല. അച്യുതനെ കൊല്ലാൻ നോക്കുമ്പോ അംബിക അതിനിടെ വരുമ്പോഴേക്കും അംബികനെ പിടിച്ച് തള്ളാണ്. അംബികയുടെ തല മതിലിടിച്ചിട്ട് ബോധം നിലത്തേക്ക് പോയിന് കിടക്കുന്നുണ്ട്. അച്യുതൻ അവിടേക്ക് പോകുമ്പോഴേക്കും അച്യുതനെ പിടിച്ച് തള്ളി മാറ്റി അച്യുതനെ കത്തി വെച്ച് കുത്തുവാണ്. അങ്ങനെ അച്യുതൻ മരിക്കുന്നുണ്ട്. അച്യുതൻ മരിച്ച വിവരം ആദ്യം അറിയണത് അജയും പോലീസുകാരും ആട്ടോ. ഭൂമിനെ അജയാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഭൂമി ആകെ ഷോക്കായി പോവാണ്. നിറച്ചു ആൾക്കാരാണ്. അച്ഛന്റെ ചലനമറ്റ ശരീരം കണ്ട് ഭൂമി ഒച്ചത്തിൽ കരയാണ്. അജയ് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഭൂമി അച്ഛനെ വിളിച്ച് ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെ അച്യുതൻ മരിച്ചു. അച്ഛന്റെ ബോഡിയൊക്കെ സംസ്കരിച്ചു. അച്യുതന്റെ വണ്ടി മാത്രമേ ഇപ്പൊ അവിടെയുള്ളൂ. ആ അംബാസിഡർ വണ്ടി കെട്ടിപ്പിടിച്ച് നമ്മുടെ ഭൂമി പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമുക്ക് വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.